ഹലോ, ഇന്ന് നമുക്ക് നല്ലൊരു കുഴമ്പ് പോലെ ഒരു മീൻ കറി വെക്കാം. ഞാനൊരു 10-15 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു നല്ലൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു 10-15 കൊച്ചുള്ളി. ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ച് കൊണ്ട് വെക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചാൽ മാത്രം മതി. എന്നിട്ട് നമുക്ക് ചട്ടി അടുപ്പ് വെച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം വെളിച്ചെണ്ണ വേണം ചേർത്ത് കൊടുക്കാൻ. എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുവെല്ലാം പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചതച്ച് കൊണ്ടുവച്ച മിക്സ് അതിലേക്ക് ചതച്ച് കൊണ്ടുവച്ച ഉള്ളി അതെല്ലാം നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഉള്ളിയെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് അത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കും. എന്നിട്ട് ഉപ്പ് ഇട്ടതിന് ശേഷം അതെല്ലാം നല്ലോണം വാടി കഴിയുമ്പോൾ നമുക്ക് കറിവേപ്പിലയും 2-3 പച്ചമുളകും അതിലേക്ക് ഇട്ട് കൊടുക്കുക. പച്ചമുളകും ഇട്ട് അതെല്ലാം ഇളക്കി യോജിപ്പിച്ച് നല്ല റെഡിയായി മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മസാലകൾ ഒരു 1/2 സ്പൂണ് 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു സ്പൂണ് മല്ലിപ്പൊടി, ഒരു 2-3 സ്പൂണ് മുളക് പൊടി, ഇത്രയും ഇട്ടതിന് ശേഷം ഇതെല്ലാം കൂടെ ഇളക്കിയതിന് ശേഷം നമുക്ക് വടക്കംപുളിയാണ് ഇട്ട് കൊടുക്കുന്നത്. വടക്കംപുളി എന്ന് വെച്ചാൽ കുടംപുളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ ഇട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ചൂടുവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാവുള്ളൂ. എന്നിട്ട് നമുക്ക് ഈ മീനാണ് ഇതെല്ലാം വരഞ്ഞ് വൃത്തിയാക്കി കൊണ്ട് വെച്ചതാണ്. എന്നിട്ട് ഇത് നമുക്ക് ഓരോന്ന് പിറക്കി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അത് ഒന്ന് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടതിന് ശേഷം അതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് നമ്മൾ ഒരുപാട് ഗ്രേവി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനെ തിരിച്ചൊന്നിട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് ആക്കിയെടുത്തതിന് ശേഷം നമുക്ക് കറിവേപ്പിലയിട്ട് ലേശം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇതേ രീതി. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.